ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, ഞാൻ മൈനിങ്ങിന് വന്നിട്ട് ഇവിടെ പെട്ട എൻട്രമാൻ കുറേ ഉണ്ട്, കൊല്ലാൻ നോക്കുന്നുണ്ട് എന്നെ. എത്ര അയാണ് കിട്ടിയെന്ന് നോക്ക്. 1 stack and 18, 17 റെഡ് സ്റ്റോൺ, 6 ലാപ്പിസ്. രക്ഷപ്പെടട്ടെ. ഇവിടെ എവിടെയോ ആണ് എൻട്രൻസ്, ഇതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചാടിപ്പോയി. ഇതും കൊണ്ട് ആർമർ ഉണ്ടാക്കണം. കേറിപ്പോട്ടെ. ഇതല്ലേ വെറുതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ഉറങ്ങട്ടെ, രാത്രിയാണ് തോന്നുന്നു. വെള്ളം ഉണ്ടോ? ഓടിക്കോ ക്രീപ്പർ, ഓടിക്കോ. യെസ്, രക്ഷപ്പെട്ടു. ഇവിടെ എവിടെയും ആ ക്രീപ്പർ ഇപ്പം ഉണ്ടാവും. നോക്കട്ടെ, അവൻ കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. എൻ്റെ ഹോപ്പർ ഇതൊക്കെ ഫർണസ് ഞാനും വിചാരിച്ചത് എന്താ കുറേ ഡിസ്പെൻസർ സ്മെൽറ്റ് ചെയ്യാൻ. ഇതെല്ലാം ഇനി അങ്ങോട്ട് വെക്കട്ടെ. ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് വെക്കാം. ഇതൊക്കെ എന്തിനാ? കുറേ ഷീപ്പ് ഉണ്ടല്ലോ, അതൊക്കെ തല്ലിക്കൊല്ലട്ടെ. യെസ്, ഇങ്ങോട്ടോടാ. മനുഷ്യനെ അടയ്ക്കാൻ പോയി. ഇവിടെ നിന്ന് ചത്തായിരുന്നു ഇതിന്, അതുകൊണ്ട് എൻ്റെ XP ഒക്കെ പോയി. ബെഡ് കിട്ടി, ഒരു ബെഡ്. ബാമ്പു എനിക്ക് കിട്ടിയായിരുന്നു ഗൈസ്. ബാമ്പു കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഞാൻ തെരഞ്ഞു പോയപ്പോൾ ഇത് ഇപ്പം എങ്ങനെ വെക്കുക? ഇങ്ങനെ ഷീപ്പിൻ്റെ എന്താ, കുറേ ഷീപ്പിനെ കണ്ടു. ആവശ്യമുണ്ട്. പിന്നെ തല്ലിക്കൊണ്ട് ഗോൾഡ് ആർമർ കിട്ടും. തീർച്ചയായിട്ടും വന്നില്ല. ഒരു ബക്കറ്റ് വെള്ളം എടുത്തേക്കാം. ഇന്ന് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തപ്പോൾ സ്റ്റോറേജ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ മേളിൽ, ഇവിടം തൊട്ട് ഇവിടം വരെ, അറ്റം വരെയാണ്. ഈ അറ്റത്തോട്ട്
ഈ അറ്റം വരെ. ആകെ 3 ബ്ലോക്കിൻ്റെ വലിപ്പമുള്ളൂ. സെറ്റാക്കാം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫാം നല്ല യൂസായി ഫുഡിന്. ഞാനത് ബോൺ മെയിൽ ഉപയോഗിച്ച് കുറേ ഇതാക്കി. ഇതിപ്പോൾ ഇത്രയുണ്ട്. ഒരു ബ്ലോക്ക് മാത്രമേ ഇല്ല ഇവിടെ. ഇതായി വെറുതെ പൊട്ടിച്ച്. ഞാൻ കുറേ വുഡ് വെട്ടാൻ പോവാം. വുഡിന് അങ്ങ് പോകണം. ഈ വില്ലേജറെല്ലാം കൂടെ കൊണ്ടുപോയി ട്രേഡിംഗ് ഹോൾ ഉണ്ടാക്കണം. അയൺ ഫാം വേണം. അയൺ ഫാമിന് 70 വില്ലേജർ വേണം. പക്ഷെ എന്നാലോ ഒരു അയൺ കൂടെ സ്പോണാകത്തുള്ളൂ. ഇത് ബെഡ് റോക്ക് ആയതുകൊണ്ട്. എനിക്കറിയാത്തവർ ഇതെന്താ ഡീസ്പോൺ ആകത്തുള്ളൂ. ഈ സാധനം താഴെ വീണ. ഞാൻ എന്നൊക്കെ വന്ന് വെട്ടിയതാ. വലുതാ ചെറുതൊന്നും. ആപ്പിൾ എന്തൊരു അയൺ ഫാം എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടുണ്ടാക്കിയതിൽ 70 വില്ലേജർ ഉണ്ടായിരുന്നു എൻ്റെ ഹാർഡ് കോറിൽ. അപ്പോൾ ഇവിടെ അതന്നെ ഉണ്ടാക്കണം വിചാരിക്കണേ. വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചെറിയത് കുറഞ്ഞ വില്ലേജർ എടുക്കണേ. പക്ഷെ ഇത് ബെഡ് റോക്ക് ആയതുകൊണ്ടേ അതിലാണെങ്കിൽ 2 വില്ലേജർ വേണം. എവിടെ എൻ്റെ വീടുണ്ട്? ഇങ്ങോട്ടല്ലേ? അയ്യോ വീടിൻ്റെ വഴിയും പോയി. പോകുന്നത് അപ്പോൾ കറക്റ്റായി. ഇങ്ങോട്ടാ. ഞാൻ വിചാരിച്ചു വീടിൻ്റെ വഴിയും പോയാ. ഇതല്ലേ അപ്പോൾ ഏതാ? ഞാൻ ചെറുതായിട്ട് പേടിച്ചു വീട് കാണാൻ. ഇത് വെട്ടട്ടെ. കുറേ വുഡ് ഒപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇരുപത് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെക്കാം. ഇതിവിടെ ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ റോയും കൂടെ. ഇതിവിടം വരെ 1 2 3 4 5 6 7 8 8 കറക്റ്റ് 8 ഉണ്ടാക്കാണ്ട്. ഇനി എവിടെ നിന്ന് വുഡ് 8 ഇപ്പം സെറ്റായി. ഇനി കുറച്ച് ഡിസൈന് വുഡും വേണം. ഇതിൻ്റെ കയ്യിലുണ്ടല്ലോ.
ഇവിടുന്ന് ഒരു കാര്യം ഈ സ്ലാബ് വെച്ചോക്കട്ടെ. ട്രാപ്പ് ഡോർ ആയാലും മതി. സെറ്റായി ഇല്ലേ? ഇപ്പം സെറ്റായി. തുറക്കാൻ പറ്റില്ല. ഇനി ഫ്രെയിം ഉണ്ടാക്കണം. ഫ്രെയിം ഉണ്ടാക്കണേ. എന്താ എൻ്റെ ഐറ്റം ഫ്രെയിം ലെതർ സ്റ്റിക്കൊന്നും. ലെതർ ആവശ്യത്തിനും കൂടുതലില്ല. കുഴപ്പമില്ല. 15 എണ്ണം ഉണ്ട്. നമുക്കെത്ര? 10 എണ്ണം മതി. 10 എണ്ണം ഉണ്ട്. നോക്കട്ടെ. 1 2 5 6 7 എണ്ണം മതി. ഏഴ് ഫ്രെയിം. എവിടെ ഫ്രെയിം എന്തി? ഐറ്റം ഫ്രെയിം എന്തി? 4. സ്റ്റിക്കിനി വേണം. സ്റ്റിക്കിനി അവിടെ പോകണം. ആ വുഡെങ്കിൽ ആ വുഡ് എല്ലാം പൊളിച്ചെടുക്കാം. ഓക്കെ. ഞാൻ പുറകെ വെച്ച മരം വളർന്നിട്ടുണ്ട്. അത് മുറിക്കാം. 3 എണ്ണം വളർന്നു. ഞാൻ അവിടെ നിന്നിട്ട് സാപ്ലിങ് അല്ല ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതും അപ്പുറത്ത് നിൽക്കുന്ന ഈ 2 എണ്ണം മുറിക്കാം. മുറിച്ചിട്ട് ഐറ്റം ഫ്രെയിം വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഇവിടെ കറക്റ്റ് ഇവിടെ വുഡിൻ്റെ സാധനങ്ങൾ. ഇവിടെ വുഡ്, ഇവിടെ സ്റ്റോണ്, ഇവിടെ എന്താപ്പോൾ ഈ സാപ്ലിങ്, അങ്ങനത്തെ സ്റ്റിക്ക്, അങ്ങനത്തെ ഡർട്ട്, അങ്ങനത്തെ സാധനം. ഇനിയിപ്പോൾ ഇവിടെ എന്താ ടൂൾസ്, ഇവിടെ ഈ അറ്റത്തൊക്കെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. ഇനി എന്താ ഇല്ല. ഇവിടെ ഫുഡ്, ഇവിടെ എന്താ ഇനി എന്താ ഇനിയൊന്നുമില്ല ആണോ? ഇനി ഇവിടെ കുറേ ആവശ്യമില്ലാത്തൊക്കെ ഇനി എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.